ഹായ് ഗൈസ്, എല്ലാവർക്കും വീണ്ടും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. MIUI12 വീണ്ടും റിലീസ് ആയിരിക്കുകയാണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന മാതിരി തന്നെ MIUI12ൻ്റെ അപ്ഡേഷൻ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോകാൻ ശേഷം എവിടെയാണ് കിട്ടണമെന്ന് പലർക്കും അറിയാത്തതുകൊണ്ട് വീണ്ടും പറയുന്നതാണ്. അബൌട്ട് ഫോണിൽ പോവുക. അതിന് സിസ്റ്റം അപ്ഡേറ്റിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്നുള്ള വേർഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക, ഡൗൺലോഡ് അപ്ഡേറ്റ് കൊടുക്കുക. നമുക്കത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനേബിൾ ചെയ്യുക. നമുക്കൊരു 813 MB ഫയലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞാനിപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് ചിലപ്പോൾ അവർ തിരിച്ചെടുക്കും. അതിന് മുന്നായിട്ട് നമ്മളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഒരു വട്ടം നമുക്ക് വന്നാണ്, ഒരു വട്ടം വീണ്ടും പോവുക. അപ്പോൾ എല്ലാവരുടെ ഒരു പേടി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി പേജിൽ വന്ന വശം തന്നെ വീഡിയോയ്ക്ക് മുന്നായിട്ട് തന്നെ കമ്മ്യൂണിറ്റി പേജിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത്. അപ്പോൾ നമുക്ക് ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്ത് തന്നെ അക്ഷയ് ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബറാണ്. അവനോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വേറെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമുക്കിങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നു. കുറേ പേര് അതിനുശേഷം അയച്ചിട്ടുണ്ട്. അയച്ചവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയിട്ടില്ല. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിൽ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്ന 813 MB മുന്നേ വന്നിട്ടുള്ള അതേ അപ്ഡേറ്റ് തന്നെയാണ്. ഇതിൽ വല്ല ബഗ്സും കാര്യങ്ങളും റിസോൾവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയില്ല. നമുക്കിത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ അപ്ഡേഷൻ ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാൻ അറിയാത്ത, മൊബൈൽ അധികം യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്തോളൂ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഇനി 100% ആയതിനു ശേഷം നമുക്ക് നോക്കാം കേട്ടോ. 99% ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1% ഉള്ള. അതിന് മുന്നേ ഇതിൻ്റെ വരുന്നുള്ള ഇതിനെക്കുറിച്ച് പറയാം. ഡീക്രിപ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്നത് ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ആനിമേഷൻസ് വരുന്നുണ്ട്, പിന്നെ സിസ്റ്റം വിഷ്വൽസ് വരുന്നുണ്ട്, ഫ്ലോട്ടിംഗ് വിൻഡോ വരുന്നുണ്ട്, കൺട്രോൾ പാനൽ വരുന്നുണ്ട്, ഡാർക്ക് മോഡ് വരുന്നുണ്ട്, സിസ്റ്റം വരുന്നുണ്ട്, ലോക്ക് സ്ക്രീൻ വരുന്നുണ്ട്, പിന്നെ ഞാൻ സ്റ്റാറ്റസ് ബാർ വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ ക്യാമറ വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പുതിയതായിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ റീബൂട്ട് ചെയ്യാൻ പോവുകയാണ്. നൗ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീബൂട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഓപ്പൺ ആയിട്ട് വരാനായിട്ട് അറൗണ്ട് ഒരു 2-3 മിനിറ്റ് എടുക്കും. നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഫുൾ UI ചേഞ്ച് ആണ്, അതുകൊണ്ട് തന്നെ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് അതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടില്ല ഫോൺ ഇൻ കേസ് ഓണായി വരുന്നില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് നല്ല രീതിയിൽ. അപ്പോൾ നമ്മുടെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ UI ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. UI അപ്ഡേറ്റിന് എഴുതി കാണിച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട് ഡോണ്ട് ടേൺ ഓഫ് യുവർ ഡിവൈസ് എന്ന്. നമുക്ക് അതിന് വെയിറ്റ് ചെയ്യാം. അതിനായിട്ട് അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് MIUI12ൻ്റെ സിമ്പിള് ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ആനിമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കൊരു മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ട വരും നമുക്കത് ഓണായി വരാനായിട്ട്. ഇത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാനുള്ളത് MIUI എന്ന് പറഞ്ഞിട്ട് കാണിച്ചല്ലോ, അത് നമുക്കൊരു അറൗണ്ട് 3 മിനിറ്റ് നേരം നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഓപ്പൺ ആയിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു 3 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഡൺ കഴിഞ്ഞ് നമുക്ക് കാണിക്കുന്ന MIUI12ൻ്റെ എംബ്ലം കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ ഫീച്ചേഴ്സ് ആയിട്ട് കാണിക്കുകയാണ്. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത UIയിലുള്ള ചേഞ്ചസ്, പ്രൈവസി പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് വിൻഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കൺട്രോൾ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ നമുക്ക് നോട്ട്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണ്. നമ്മുടെ അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് സൈനിങ് കൊടുക്കുകയാണ്. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ അവരെന്തോ കാണിക്കണമെന്ന് അറിയാം. നമുക്ക് നോക്കി നോക്കാം എന്തോ വരുന്നതെന്നുള്ള കാര്യം. അപ്പം ഞാനിത് എന്തായാലും സ്കിപ്പ് കൊടുക്കാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ ന്യൂ ആപ്സ് 2 കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യവും കാണിക്കുന്നില്ല. അപ്ഡേറ്റ് നൗ കൊടുക്കുകയാണ്. അപ്പോൾ അപ്ഡേറ്റ് നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ രീതിയിലുള്ള MIUI12 അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. മേലെ പോയിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം കേട്ടോ. നമ്മൾ സെറ്റിങ്സിൽ പോവാണ്. സെറ്റിങ്സിൽ പോയതിന് ശേഷം അതിനുശേഷം ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക MIUI12ൻ്റെ എല്ലാ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഫുള്ളി എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സിനെ കുറിച്ച് അറിയാനായിട്ട്. അപ്പോൾ Poco X2 നെയിം, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, മൊബൈലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ന്യൂ എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, ഇവിടെ തന്നെ റീപ്ലേസ് ചെയ്യാവുന്ന രീതിയിലാണ്.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ ഓരോ ഫീച്ചേഴ്സിൻ്റെയും വീഡിയോസ് നമ്മൾ കമ്മിങ് ഡേയ്സിൽ എന്തായാലും ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ടോഗിൾ നോക്കണമല്ലോ, ജസ്റ്റ് സ്വൈപ്പിങ് ചെയ്തു. ഞാൻ ഫുള്ളി എക്സൈറ്റഡ് കേട്ടോ. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് എത്തും. എങ്ങനെയാണ് ഇത് ഇനേബിൾ ചെയ്യുന്നത്, നമുക്ക് കൺട്രോൾ സെൻറ്റർ നേരെ നമുക്ക് കിട്ടില്ല, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോകണം. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമ്മൾ നോട്ടിഫിക്കേഷൻ ഷെയ്ഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിലായിട്ടൊരു ഓപ്ഷൻ കിട്ടും, യൂസ് ന്യൂ കൺട്രോൾ സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായി. അത് ഇനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഷെയ്ഡ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഇനേബിൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് നമ്മൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.